കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ഏറ്റവും വലിയ ഒരു വിവാദമായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം. അതിൽ അന്വേഷിക്കാൻ വിജിലൻസ് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിറങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അത് പത്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നിരുന്നു. ആ വാർത്തയിൽ ഇപ്പോൾ വിശദീകരണവുമായി CPIMന്റെ രാജാക്കാട് ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. നോക്കാം. രാജാക്കാട് പഞ്ചായത്ത് മുൻ ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി ഏതുവിധ അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജാക്കാട് മുൻ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന CPIM ജില്ലാ കമ്മിറ്റി അംഗം MN ഹരിക്കുട്ടൻ, ശൈലജ സുരേന്ദ്രൻ, രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, BA കുഞ്ഞുമോൻ, ബേബിലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AV രാജൻ ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൽ എന്തെല്ലാം അഴിമതി നടക്കുന്നുണ്ട്, പല കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി നൽകുകയും അത് ഒരു അന്വേഷണം ശരിയായ നിലയിലല്ല പോകുന്നതെന്നുള്ള നിലയിലുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ AV രാജൻ എന്ന് പറയുന്ന കക്ഷി ഇപ്പം രാജാക്കാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എവിടെയുള്ള ആളാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ AV രാജൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാരാണെന്നൊന്നും അറിയില്ല, നടക്കുന്നതെന്ന് കാണാൻ കഴിയും. നടപടിക്രമങ്ങൾ പാലിച്ചും ഭരണസമിതിയുടെ അനുമതിയോടെയുമാണ് പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചതും കാലഹരണപ്പെട്ട സാധന സാമഗ്രികൾ ടെൻഡർ നടത്തി ഒഴിവാക്കിയതും. കൂടാതെ വാഹനം ഓടിയത് സംബന്ധിച്ച വ്യക്തമായ രജിസ്റ്ററുകളുണ്ട്. കെട്ടിട നമ്പറുകൾ നൽകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്യുന്നതെന്നും ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. പഴയ കെട്ടിടം പൊളിച്ച് കഴിഞ്ഞ ഭരണസമിതി അത് കൊട്ടേഷൻ വെച്ച് നിയമപരമായി ലേലം ചെയ്താണ് അത് കൊടുക്കുകയും മറ്റ് പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാം നിയമപരമായിട്ടാണ്. നിയമപരമല്ലാതെ ഒരു കാരണവും കൂടാതെ നമുക്ക് ഒരു പഞ്ചായത്തുകൾക്കും ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ രാജൻ ഇതേപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ ഉപയോഗങ്ങൾ വന്ന ക്രമക്കേടുകളെന്നാണ്. ഇപ്പോൾ ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം, പഞ്ചായത്തിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ വാഹനം എവിടെ രാവിലെ എടുത്ത് എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം അതിൻ്റെ രജിസ്റ്ററിൽ കയറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ രാജൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ നാട്ടുകാരൻ പോലുമല്ലാത്ത ഹിന്ദു ഐക്യവേദി നേതാവ് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇതൊന്നും ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കില്ല. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.